അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. ടോസ് അക്കാഡമി LP UP കോച്ചിങ്ങിന്റെ ഭാഗമായി ഒരു PSC മോഡൽ പരീക്ഷ ഡിസംബർ 17, 2023 5 മണിക്ക് നടത്തുന്നുണ്ട് എന്നുള്ള വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. അതിനെ നിജപ്പെടുത്തിക്കൊണ്ട് SCERT ക്ലാസ് 5, 6, 7 പാഠഭാഗങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു പരീക്ഷയാണ് നമ്മൾ നടത്താനായിട്ട് പോകുന്നത്. അതിന്റെ ഭാഗമായി രസതന്ത്ര വിഭാഗത്തിൽ നിന്നും 5, 6, 7 ക്ലാസ്സിൽ ഉൾപ്പെട്ടിരിക്കുന്ന പാഠഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ക്ലാസ് ആണ് ടോസ് അക്കാഡമി ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് നൽകാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. രസതന്ത്ര വിഭാഗത്തിന്റെ ആദ്യത്തെ പാർട്ട് നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. ജീവജലം എന്ന ഭാഗത്തെ കുറിച്ചുള്ള ക്ലാസ് നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ഭാഗങ്ങൾ, അതായത് ആസിഡ് ആൽക്കലികൾ, നല്ല ഒരു പ്രകൃതിക്കായി, അങ്ങനെയൊക്കെ കുറച്ച് ഭാഗങ്ങളും കൂടെ നമുക്ക് SCERTയുടെ ഭാഗത്തു നിന്നുമുണ്ട്. അധികം ഭാഗമൊന്നും തന്നെ, അധികം പാഠഭാഗങ്ങൾ രസതന്ത്ര വിഭാഗത്തിൽ നിന്ന് 5, 6, 7 ഭാഗത്തു നിന്നും വരുന്നില്ല. പക്ഷെ നിങ്ങളുടെ സിലബസ് എടുത്ത് നോക്കിയാൽ അറിയാം, ഈ 5, 6, 7 മേലെയുള്ള ഒരു സിലബസ് ആണ് LP UPയുടെ രസതന്ത്ര വിഭാഗത്തിൽ നിന്നും 6+2 8 മാർക്കിന് വേണ്ടിയായിട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എത്രത്തോളം പഠിക്കണം? SCERTയുടെ 5, 6, 7 മാത്രം നിങ്ങൾ ഒതുങ്ങിക്കൂടിയാൽ LP UPയിലെ പരീക്ഷയിൽ ചോദ്യം വരുമ്പോൾ രസതന്ത്ര ഭാഗത്തിൽ നിന്നും ഏതൊരു സബ്ജക്റ്റിന്റെ ഭാഗത്തു നിന്നുമാണെങ്കിലും SCERT 5, 6, 7 ഒതുങ്ങി പോകരുത്. നിങ്ങളുടെ വായന അല്ലെങ്കിൽ പഠനം അതിനും മേലെ തുടരണം എന്നാണ് പറയുന്നത്. ടോസ് അക്കാഡമിയുടെ കോച്ചിങ്, LP UP കോച്ചിങ് അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. SCERT 5, 6, 7 മാത്രം ഒതുങ്ങുകയല്ല, അതിനു മേലെ 8, 9, 10, 11, 12 അറ്റ്ലീസ്റ്റ് അത്രയും എങ്കിലും ഡിഗ്രിയുടെ ഒരു പകുതി ഭാഗം, ഒരു സർഫസ് ഭാഗം എങ്കിലും നിങ്ങൾ അത്യാവശ്യം ഒന്ന് നോക്കി പോകണമെന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. ടോസ് അക്കാഡമിയുടെ കോച്ചിങ് ആ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് LP UP ഫസ്റ്റ് ബാച്ച് സ്റ്റുഡൻസുമായിട്ടും യൂട്യൂബ് ചാനൽ വഴിയും ഒക്കെ നിങ്ങൾക്ക് സംവദിക്കാവുന്നതാണ്. നമ്മളുടെ കോച്ചിങ്ങിന്റെ ഭാഗങ്ങൾ, റിവ്യൂ, കമന്റുകൾ എല്ലാം തന്നെ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. അപ്പൊ ഒരിക്കലും നിങ്ങൾ SCERTയിൽ മാത്രം ഒതുങ്ങിക്കൂടരുത്. 5, 6, 7 പാഠഭാഗത്തിൽ മാത്രമായിട്ട് ഏതൊരു വിഷയം LP UPയുടെ സിലബസ് നിങ്ങൾ എടുത്തു നോക്കിയാൽ അറിയാം, 5, 6, 7 മാത്രം ഒതുങ്ങിയ ഒരു സിലബസ് അല്ല. അപ്പൊ നമ്മൾ ബേസ് എന്ന രീതിയിലാണ് 5, 6, 7 പഠിക്കേണ്ടത്. SCERTയുടെ ആ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ടോസ് അക്കാഡമി നിങ്ങൾക്ക് വേണ്ടി ഒരു SCERT ബേസ് ചെയ്ത ക്ലാസ് ആദ്യമേ പ്രൊവൈഡ് ചെയ്യുന്നത്. വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, SCERTയിൽ മാത്രം ഒതുങ്ങി പോകരുത്, NCERT നോക്കണം. അതുപോലെ തന്നെ ബാക്കി 7, 8, 9, 10 നിങ്ങൾ പോകണം. രസതന്ത്ര ഭാഗത്തിന്റെ ലോഹങ്ങളും അലോഹങ്ങളും ഒക്കെ 7ാം ക്ലാസ്സിലൊന്നും 5, 6, 7 ആ ഭാഗമില്ല, മറിച്ച് 8 തൊട്ടാണ് അത് തുടങ്ങുന്നത്. അതുപോലെ ലോഹ നിഷ്കർഷണം ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് അങ്ങ് 12ാം ക്ലാസ്സിലാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ എത്രത്തോളം ഡെപ്ത് ഉള്ള സിലബസ് ആണ് നിങ്ങളുടെ LP UP എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി വേണം നിങ്ങളുടെ പഠനം മുൻപോട്ട് പോകാനും നിങ്ങൾ മൂർച്ച കൂട്ടാനുമായിട്ട്. ഓക്കെ, ടോസ് അക്കാഡമി ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. അപ്പൊ SCERTയില് ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ആസിഡുകളും ആൽക്കലികളും. LP UPയുടെ ചോദ്യപേപ്പർ ഒക്കെ നോക്കുമ്പോഴും അതുപോലെ തന്നെ ടെലഗ്രാം ക്വിസിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന മാതൃകാ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ വീക്ഷിച്ചാൽ അറിയാവുന്ന ഒരു കാര്യമാണ്. ആസിഡും ആൽക്കലിയുടെ ഭാഗത്തു നിന്നുമൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ആദ്യത്തെ തരത്തിലുള്ള ചോദ്യം എന്ന് പറയുന്നത്, നമ്മൾ നിത്യജീവിതത്തിൽ കാണുന്ന ചില പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡുകൾ ഏതൊക്കെ എന്നുള്ള ചോദ്യമായിരുന്നു കാണാറുള്ളത്. അത് വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ്. ആ തലത്തിൽ നിന്നും അടുത്ത ഒരു തലത്തിലേക്ക് 1 പടി 2 പടിയൊക്കെ ഉയർന്ന തലത്തിൽ വേണം അടുത്ത പ്രിപ്പറേഷൻ നമ്മൾ കൊണ്ടുപോകാൻ. അതോടൊപ്പം തന്നെ ഇവയൊക്കെ നമ്മൾ അറിഞ്ഞും ഇരിക്കണം, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും അറിഞ്ഞും ഇരിക്കണം. അപ്പൊ എന്താണ് ആസിഡുകൾ? ആസിഡുകൾ എന്ന് പറയുന്നത് എന്തിനെയാണ് നമ്മൾ ആസിഡ് എന്ന് വിളിക്കുന്നത്? എന്തൊക്കെ പ്രത്യേകതകളാണ് ആസിഡിനുള്ളത്? ആസിഡുകൾ നിങ്ങൾ നോക്കിയാൽ അറിയാം, ആസിഡുകളിൽ H+ അയോണുകൾ ഉണ്ടായിരിക്കും. H+ അയോണുകൾ ഉണ്ടായിരിക്കും. അവ ഒരു ലായനിയിൽ, ഒരു ജലീയമായ ലായനിയിൽ
H+ അയോണുകളെ നൽകുകയാണെങ്കിൽ അതിനെ നമ്മൾ ആസിഡ് എന്ന് വിളിക്കും. എല്ലാ ആസിഡുകളും പുളി രുചി ഉള്ളവയാണ്. എല്ലാ ആസിഡുകൾക്കും രുചി എന്താണ്? പുളി രുചി ഉള്ളവയാണ്. അതുപോലെ തന്നെ എല്ലാ ആസിഡുകളും ലിറ്റ്മസ് പേപ്പറിന്റെ നിറം ആസിഡിൽ എല്ലാ ആസിഡുകളിലും നിങ്ങൾ ലിറ്റ്മസ് പേപ്പറിനെ എടുത്ത് വെച്ച് നോക്കിയാൽ അതിന്റെ നിറം ലിറ്റ്മസ് പേപ്പറിന്റെ നിറം എന്തായിരിക്കും? ചുവപ്പ് ആയിരിക്കും. ലിറ്റ്മസ് പേപ്പറിന്റെ നിറം ചുവപ്പ് ആയിരിക്കും. ഇനി നമ്മുടെ നിത്യോപജീവിതത്തിൽ കാണുന്ന ഒരു ലിറ്റ്മസ് പേപ്പർ ആണ് ചെമ്പരത്തിപ്പൂവ്. അതായത് നിങ്ങൾ ഒരു വെള്ള പേപ്പർ എടുത്ത് അതിൽ ചെമ്പരത്തിപ്പൂവ് നന്നായിട്ട് ഉരച്ച് ഉണക്കിയാൽ നമുക്കൊരു നീല പേപ്പർ കിട്ടും അല്ലെ? ആ നീല പേപ്പർ എന്ന് പറയുന്നത് ഒരു ബ്ലൂ ലിറ്റ്മസ് പേപ്പറിന് തുല്യമാണ്. ഈ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ പോലെയുള്ള ചെമ്പരത്തി പേപ്പർ അല്ലെങ്കിൽ ചെമ്പരത്തിപ്പൂവിന്റെ പേപ്പർ എല്ലാ ആസിഡ് ലായനിയിലും എന്ത് നിറമായി മാറും? ചുവപ്പ് നിറമായിട്ട് മാറും. അപ്പൊ നമ്മൾ വ്യാവസായികമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ലിറ്റ്മസ് പേപ്പർ പോലെ തന്നെ നമ്മുടെ പ്രകൃതിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു സൂചക വസ്തുവാണ് ചെമ്പരത്തിപ്പൂവിന്റെ ആ ഒരു പേപ്പർ. ചെമ്പരത്തിപ്പൂവ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന പേപ്പർ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാകാം? ചെമ്പരത്തിപ്പൂവിൻ ഉപയോഗിച്ച് നമുക്ക് ആസിഡ് ആണോ എന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പം എവിടെ സംഭവിക്കും? ചെമ്പരത്തിപ്പൂ പേപ്പർ എല്ലാ ആസിഡുകളിലും ഏത് നിറമായിട്ട് മാറും? ചുവപ്പ് നിറമായിട്ട് മാറും. ചെമ്പരത്തി പേപ്പർ പോലെ ലബോറട്ടറിയിൽ സാധാരണ ഉപയോഗിക്കുന്ന പേപ്പറാണ് എന്ത്? ലിറ്റ്മസ് പേപ്പർ. ഇവ ചുവപ്പ് നീല നിറത്തിൽ എന്ന രീതിയിൽ കിട്ടും. അപ്പോൾ ചെമ്പരത്തിപ്പൂവിന്റെ പേപ്പർ അല്ലെങ്കിൽ ചെമ്പരത്തി പേപ്പർ ആസിഡില് എന്ത് നിറമായിട്ട് മാറും? ചുവപ്പ് നിറമായിട്ട് മാറും. ഇനി മോരിൽ വിവിധ തരം ആസിഡുകളുണ്ട്. ആസിഡുകളിലെല്ലാം ഉള്ള മൂലകം എന്ന് പറയുന്നത് എന്തായിരിക്കും? എല്ലാ ആസിഡുകളിലും കാണുന്ന മൂലകം ഏതാണ്? ഒരിക്കൽ ചോദിച്ചിട്ടുള്ളതാണ് ഹൈഡ്രജൻ. ഇതൊരു എന്താണ് PSC യുടെ ചോദ്യമായിരുന്നു. PSC യുടെ എനിക്ക് തോന്നുന്നു കെമിസ്ട്രി പോലെയുള്ള പരീക്ഷകളിലുള്ള ചോദ്യമായിരുന്നു. ആസിഡുകളിൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഏത്? ഹൈഡ്രജൻ ആണ്. ഇനി ഭക്ഷ്യവസ്തുവായ നിങ്ങളുടെ മോരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ലാക്റ്റിക് ആസിഡ് ആണ്. വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്നത് അസറ്റിക് ആസിഡ് ആണ്. പുളിയിൽ അടങ്ങിയിരിക്കുന്നത് ടാർട്ടാറിക് ആസിഡ് ആണ്. നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്നത് സിട്രിക് ആസിഡ് ആണ്. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്നത് മാലിക് ആസിഡ് ആണ്. ഉറുമ്പ് കടിക്കുമ്പോൾ ഒരു ചെറിയ വേദന ഉണ്ടാവാൻ കാരണം ആ ഉറുമ്പിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിലേക്ക് ഫോർമിക് ആസിഡ് HCOOH ആ ഫോർമിക് ആസിഡിന്റെ ഫലമായിട്ടാണ് ആ ചെറിയൊരു വേദന നിങ്ങൾ അനുഭവിക്കുന്നത്. അപ്പൊ ബേസിക് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഏത്? ഭക്ഷ്യവസ്തുക്കളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡുകൾ ഏത് എന്നൊക്കെ. ഇനി നമ്മളുടെ ഒരു PSCയുടെ ലെവല് മാറിയിരിക്കുന്ന പക്ഷം നമുക്ക് പ്രസ്താവന ചോദ്യങ്ങള് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? കാണാനായിട്ട് സാധിക്കും. അപ്പൊ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏത്? എല്ലാ ആസിഡുകൾക്കും പുളിരുചിയാണ്. ലിറ്റ്മസ് പേപ്പർ ആസിഡ് ലായനികളിൽ ചുവപ്പ് നിറം നൽകുന്നു. എല്ലാ ആസിഡുകളിലും ഹൈഡ്രജൻ മൂലകം സ്ഥിരമായി കാണുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള നമ്മുടെ പ്രസ്താവന ചോദ്യങ്ങളുമൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അടുത്തത് ആസിഡുകളും ലോഹങ്ങളും. എന്താണ്? നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ അമ്മ അച്ചാറൊക്കെ ഇട്ട് വെക്കുമ്പോൾ അച്ചാറൊക്കെ ഇട്ട് വെക്കാറുണ്ടല്ലോ. അപ്പൊ അത്തരത്തിലുള്ള അച്ചാറൊക്കെ നമ്മൾ ഇട്ട് വെക്കുമ്പോൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ലോഹപാത്രങ്ങളിലൊക്കെ സൂക്ഷിക്കാറുണ്ടോ എന്ന്, ലോഹം അടങ്ങിയ മെറ്റൽ കണ്ടെയ്നേഴ്സ് ഉണ്ടല്ലോ, അതിലൊക്കെ നിങ്ങളുടെ വീട്ടില് അച്ചാറിട്ട് വെക്കാറുണ്ടോ എന്ന് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ലബോറട്ടറിയിൽ ആസിഡ് സൂക്ഷിച്ചു വെച്ച കുപ്പിയും അടപ്പും അത് ലോഹ അടപ്പുകളാണോ എന്നൊന്ന് ഉറപ്പുവരുത്തുക. ഇവയൊന്നും തന്നെ ലോഹങ്ങൾ കൊണ്ടുണ്ടാക്കിയതായിരിക്കില്ല. കാരണം എന്താണ്? ആസിഡുകൾ, നേർപ്പിച്ച ആസിഡുകള് ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ വാതകവും ഉണ്ടാവുന്നു. ആസിഡ് ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ എന്തുണ്ടാവുന്നു? ഹൈഡ്രജൻ വാതകം ഉണ്ടാവുന്നു. ഹൈഡ്രജൻ വാതകം
ഉണ്ടാവുന്നു. ആസിഡ് ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ വാതകം ഉണ്ടാവുന്നു. ഹൈഡ്രജൻ കത്തുന്ന വാതകമാണ്. അവിടെയാണ് ആപ്ലിക്കേഷൻ തരത്തിലുള്ള ചോദ്യങ്ങൾ വരുന്നത്. ഹൈഡ്രജൻ കത്തുന്ന വാതകമാണ്. അപ്പൊ ഈ ഹൈഡ്രജൻ വാതകം പുറത്തേക്ക് വരികയും കത്തുമ്പോ എന്ത് സംഭവിക്കും? ചെറിയ ശബ്ദം, ഒരു പോപ്പ് സൗണ്ട് ഉണ്ടാവും. പോപ്പ് സൗണ്ടോടെ കത്തുന്ന ഒരു വാതകം എന്ന് പറയുന്നത് ഹൈഡ്രജൻ വാതകമാണ്. ഹൈഡ്രജൻ വാതകമാണ്. അതായത് നമ്മള് എന്താണ് ആസിഡുകളുടെ ചില സവിശേഷതകൾ നമ്മളിപ്പോ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ഒരു ടെസ്റ്റ് ട്യൂബില് ഹൈഡ്രോക്ലോറിക് ആസിഡും ഒരു കഷ്ണം സിങ്കും ഇട്ട് നോക്കുക. എന്നിട്ട് ടെസ്റ്റ് ട്യൂബിന്റെ വായ ഭാഗം പെരുവിരൽ കൊണ്ട് കുറച്ച് സമയം അടച്ചു പിടിക്കുക. എന്നിട്ട് തീപ്പെട്ടിക്കൊള്ളി കത്തിച്ച് ടെസ്റ്റ് ട്യൂബിന് മുകളിൽ പിടിച്ച് വിരൽ മാറ്റുക. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? ഈ ഒരു ആസിഡും ലോഹവും അതിനകത്ത് കിടന്ന് റിയാക്ട് ചെയ്ത് ഹൈഡ്രജൻ വാതകം പുറപ്പെടുകയും ഇത് പുറത്തേക്ക് വരുമ്പോൾ തീപ്പെട്ടിക്കൊള്ളി കത്തിച്ച് വെച്ചേക്കല്ലേ, അവിടെ എന്ത് സംഭവിക്കും? അത് കത്തുകയും, കത്തുന്ന വാതകമാണ്. ഈ ഹൈഡ്രജൻ കത്തുമ്പോ ഒരു വലിയ സൗണ്ട് ഉണ്ടാവുന്നു. ഏതോ ഒരു ക്വസ്റ്റ്യനിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലെ ഒരു ചോദ്യം. ഇന്ന എന്താ പറയുന്നത്, ഒരു ആസിഡും ലോഹവും, ഒരു ആസിഡിന്റെ പേരും അവര് തരുന്നു, ലോഹവുമായിട്ട് ചേരുന്നു, എന്നിട്ട് പുറത്തു വരുമ്പോഴത്തേക്ക് ഒരു പോപ്പ് സൗണ്ടോടുകൂടി വാതകം കത്തുന്നു. ആ വാതകം ഏത്? എനിക്ക് തോന്നുന്നു കേറ്ററ്റിന്റെ പരീക്ഷയ്ക്കോ മറ്റോ ആയിരുന്നു. അപ്പോ കത്തുന്ന വാതകം എന്ന് പറയുന്നത് എന്താണ്? ഹൈഡ്രജൻ ആണ്. ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ എന്തുകൊണ്ടാണ് ലോഹപാത്രങ്ങളിൽ അച്ചാറുകളോ അല്ലെങ്കിൽ ലബോറട്ടറിയിലെ കണ്ടെയ്നറുകളുടെ അടപ്പുകൾ ലോഹം കൊണ്ടോ ഒന്നും ഉണ്ടാക്കാത്തത് എന്ന് മനസ്സിലായി കാണുമല്ലോ. അപ്പൊ ചില ലോഹങ്ങൾ ആസിഡുകളുമായി പ്രവർത്തിച്ച് കത്തുന്ന ഒരു വാതകം ഉൽപ്പാദിക്കുന്നതായി 16-ാം നൂറ്റാണ്ടിൽ തന്നെ കണ്ടെത്തിയിരുന്നു. ഈ വാതകം ആദ്യമായി തിരിച്ചറിഞ്ഞ വ്യക്തി എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ ഹെൻറി കാവൻഡിഷ് ആണ്. ഹെൻറി കാവൻഡിഷ്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹൈഡ്രജൻ വാതകം ആദ്യമായി തിരിച്ചറിഞ്ഞ സയന്റിസ്റ്റിന്റെ പേരെന്താണ്? ഹെൻറി കാവൻഡിഷ് ആണ്. അദ്ദേഹം ഈ വാതകം കത്തുന്ന ഒരു വാതകമാണെന്ന് തിരിച്ചറിഞ്ഞു. എന്നാൽ ഈ വാതകത്തിന് ഹൈഡ്രജൻ എന്ന് പേര് നൽകിയത് ലാവോസിയർ ആണ്. ഹൈഡ്രജൻ എന്ന പേര് നൽകിയത് ആരാണ്? ലാവോസിയർ ആണ്. അപ്പോ എന്താണ് ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം? ജലം ഉൽപ്പാദിക്കുന്നത്. ഇതൊക്കെ ചോദിക്കാം. ജലം ഉൽപ്പാദിക്കുന്നത്. അപ്പൊ ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ജലം ഉൽപ്പാദിക്കുന്നത്, ജലത്തിൽ നിന്നുണ്ടാവുന്നത്, അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാനായിട്ട് സാധ്യത ഉണ്ട്. അപ്പൊ അത്തരത്തിലൊക്കെ വേണം നിങ്ങളുടെ പഠനം എന്ന് പറയുന്നത് മുമ്പോട്ട് കൊണ്ടുപോകാൻ. അപ്പം SCERT നമ്മളുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ടെക്സ്റ്റ് ആണ്. അപ്പൊ ആ ബേസ് നിങ്ങൾ എത്രത്തോളം സ്ട്രോങ് ആക്കുന്നോ അതിൽ നിന്ന് വേണം നമ്മൾ അഡ്വാൻസ്ഡിലേക്ക് മുമ്പോട്ട് പോകാനായിട്ട്. അപ്പം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തത് ആസിഡ് എങ്ങനെയാണ് കാർബണേറ്റുകളുമായി പ്രവർത്തിക്കുന്നത്? ഒരു ഞാൻ ആസിഡ് സിങ്ക് എഴുതുന്നു, ഒരു കാർബണേറ്റും ഞാൻ എഴുതാം, കാൽസ്യം കാർബണേറ്റ്. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ എന്ത് ചെയ്യണം? മൊട്ടത്തോട് എന്ന് പറയുന്നത് എന്താണ്? മൊട്ടത്തോട്, മാർബിള് എന്നൊക്കെ പറയുന്നത് കാർബണേറ്റ് ആണ്, കാൽസ്യം കാർബണേറ്റ് ആണ്. അപ്പൊ ചോക്ക്, മാർബിൾ കഷ്ണങ്ങൾ എന്നീ വസ്തുക്കളും നേർപ്പിച്ച ആസിഡുകളും കൂടെ ചേർത്താല് എന്താണ് സംഭവിക്കുന്നത് നോക്കാം. മുട്ടത്തോട്, ചോക്ക്, മാർബിൾ എന്നിവയിൽ കാൽഷ്യം കാർബണേറ്റ് അടങ്ങിയിരിക്കുന്നു. ആസിഡുകൾ കാർബണേറ്റുമായി പ്രവർത്തിക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവുന്നു. മെറ്റലുകളുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ വാതകം ഉണ്ടാവുകയും ആ ഹൈഡ്രജൻ വാതകം കത്തുകയും ചെയ്യുമ്പോൾ കാർബൺ ഡയോക്സൈഡ് ആവട്ടെ തീ കെടുത്തുന്ന വാതകമാണ്. അപ്പോ നമുക്ക് നിങ്ങൾ വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ ഫയർ എക്സ്റ്റിങ്ക്യൂഷർ എന്ന് പറഞ്ഞ ഒരു വസ്തുവിനെ കണ്ടിട്ടുണ്ടാവും. അപ്പോ അവിടെയും ഈ പറഞ്ഞ കാർബൺ ഡയോക്സൈഡ് തീ കെടുത്താനായിട്ട് ഉപയോഗിക്കുന്നു. ആ ഒരു കാർബൺ ഡയോക്സൈഡിന്റെ പ്രോപ്പർട്ടി ആണ് അവിടെ ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? ഇനി നമ്മൾ പറഞ്ഞു ആസിഡുകളുടെ പൊതു സ്വഭാവങ്ങൾ ഒന്നും കൂടെ പറയാം. പുളിരുചിയാണ്, ലിറ്റ്മസിന്റെ നിറം ചുമപ്പാണ്, നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു,
ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ വാതകം ഉണ്ടാവുന്നു. കാർബണേറ്റുകളുമായി പ്രവർത്തിക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവുന്നു. അപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ നമുക്ക് ആൽക്കലി എന്ന് പറഞ്ഞ ഒരു വസ്തുവുമുണ്ട് അല്ലെ. ആസിഡ് പഠിച്ചു, അടുത്തത് ആൽക്കലി. ആൽക്കലി എന്താണ് ആൽക്കലി? ആസിഡിന് പുളിരുചിയാണ് എങ്കില് ആൽക്കലിക്ക് എന്തൊക്കെയായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. ആൽക്കലി എന്താണ്? ആൽക്കലി വഴുവഴുപ്പുള്ള, ഓക്കെ, വഴുവഴുപ്പുള്ള കാരരുചിയുള്ള വസ്തുക്കളാണ് ആൽക്കലി. ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്ന തരത്തിലുള്ള പദാർത്ഥങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആൽക്കലി എന്ന് പറയുന്നത്. ആൽക്കലികൾക്ക് ഉദാഹരണം എന്ന് പറയുന്നത് കാൽസ്യം ഹൈഡ്രോക്സൈഡ്, ചുണ്ണാമ്പ് വെള്ളം, കാൽസ്യം ഹൈഡ്രോക്സൈഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, അതിനെ നമ്മൾ കോസ്റ്റിക് സോഡ എന്ന് വിളിക്കുന്നു. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, അതിനെ നമ്മൾ കാസ്റ്റിക് പൊട്ടാഷ് എന്ന് വിളിക്കുന്നു. കോസ്റ്റിക് പൊട്ടാഷ്. അതുപോലെ അമോണിയം ഹൈഡ്രോക്സൈഡ് ലായനി. ഓർക്കുക, ഹൈഡ്രോക്സൈഡ് എന്ന പദമുണ്ട് എങ്കിൽ അവയൊക്കെ ആൽക്കലി ആയിരിക്കുമെന്ന് ഒന്ന് തിരിച്ചറിയുക. അപ്പം നമ്മൾ പറഞ്ഞു ലിറ്റ്മസ് പേപ്പർ, ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്നു ആൽക്കലി, നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു ആസിഡ്. അപ്പൊ ആസിഡുകളെയും ആൽക്കലികളെയും തിരിച്ചറിയാൻ നമുക്ക് ലിറ്റ്മസ് പേപ്പറും ചെമ്പരത്തി പേപ്പറും ഉപയോഗിക്കുന്ന പോലെ മറ്റു തരം പദാർത്ഥങ്ങളെ നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ അത്തരത്തിലുള്ള വസ്തുക്കളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൂചകങ്ങൾ അഥവാ ഇൻഡിക്കേറ്റേഴ്സ്. എന്താണ് ഇൻഡിക്കേറ്റേഴ്സിന്റെ ഉപയോഗം? ആസിഡുകളെയും ആൽക്കലികളെയും നിറം മാറ്റത്തിലൂടെ തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങളെയാണ് നമ്മൾ സൂചകങ്ങൾ എന്ന് വിളിക്കുന്നത്. മഞ്ഞൾ, ചെമ്പരത്തിപ്പൂവ്, ബീട്രൂട്ട് തുടങ്ങിയ ധാരാളം സസ്യഭാഗങ്ങൾ സൂചകങ്ങളായി ഉപയോഗിക്കാവുന്നതാണ്. ലിറ്റ്മസ് പേപ്പർ ആണ് നമ്മൾ ലബോറട്ടറിയിൽ കൂടുതലുമായിട്ട് ഉപയോഗിക്കുന്നത്. നമുക്ക് കുറച്ച് വസ്തുക്കൾ ഏതൊക്കെയാണ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. അത് ആസിഡിൽ എന്ത് നിറം കാണിക്കും, അതുപോലെ എന്താണ് നമ്മുടെ ആൽക്കലിയിൽ എന്ത് നിറം കാണിക്കും എന്നൊന്ന് നോക്കാം. അപ്പൊ അത് SCRT ഒരു ബോക്സ് ആയിട്ടൊക്കെ കൊടുത്തിരിക്കുന്നതാണ്. അപ്പൊ അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഞാൻ ആസിഡ് എന്നും ആൽക്കലി എന്നും എഴുതാം. നമ്മുടെ ഇൻഡിക്കേറ്റർ, അതായത് സൂചകം. ഓക്കെ, നീല ലിറ്റ്മസിന് ആസിഡില് ചുവപ്പ് നിറം, ആൽക്കലിയിൽ നീല തന്നെ. ഓക്കെ, മുളക് പൊടി ആസിഡില് ഇളം ചുവപ്പ്, ആൽക്കലിയിലും ഇളം ചുവപ്പ്. ഓക്കെ, അപ്പം അതുകൊണ്ട് നമുക്ക് നിങ്ങൾ നോക്കുക, ഈ ഒരു പട്ടികയിൽ നിന്ന് നിങ്ങൾ പറയണം ഇതിനകത്ത് ഏതിനെയൊക്കെ നമുക്ക് ഇൻഡിക്കേറ്റർ ആയിട്ട് ഉപയോഗിക്കാവുന്ന. അപ്പൊ രണ്ടും ഇളം ചുവപ്പ്. അടുത്തത് ചുവന്ന ലിറ്റ്മസ് പേപ്പർ, ആസിഡിലെ ചുവപ്പ് നിറം, ആൽക്കലിയിൽ നീല നിറം. ചെമ്പരത്തി, ആസിഡിൽ ചുവപ്പ്, ആൽക്കലിയിൽ നീല. ഫിനോഫ്തലിൻ, ആസിഡിൽ നിറമില്ല, ആൽക്കലിയിൽ പിങ്ക് നിറം. വെള്ളപ്പേപ്പർ, ആസിഡിൽ വെള്ള, ആൽക്കലിയിൽ വെള്ള. മീഥൈൽ ഓറഞ്ച്,
മീഥൈൽ ഓറഞ്ച്. ആസിഡിൽ ഇളം പിങ്ക്, ആൽക്കലിയിൽ ഇളം മഞ്ഞ. ഇതിൽ ഏതിനെയൊക്കെ നമുക്ക് സൂചകങ്ങളായിട്ട് ഉപയോഗിക്കാം? ആസിഡിനെയും ആൽക്കലിയെയും നിറം മാറ്റത്തിലൂടെ തിരിച്ചറിയാൻ സഹായിക്കുന്നവയാണ് ഇൻഡിക്കേറ്റർ. അപ്പൊ ഇവിടെ ആസിഡിൽ ഒരു നിറം, ആൽക്കലിയിൽ വേറെ നിറം തരുന്നവയൊക്കെ നമുക്ക് സൂചകങ്ങളായിട്ട് ഉപയോഗിക്കാം. നിങ്ങൾ നോക്കുക, കോളത്തില് ഇളം ചുവപ്പ് രണ്ടിടത്തും വന്നു. അപ്പൊ ആസിഡിനെ ആൽക്കലിയെ മുളക് പൊടി വെച്ച് നമുക്ക് തിരിച്ചറിയാൻ പറ്റുമോ? പറ്റില്ല. വെള്ള പേപ്പർ ആവട്ടെ, വെള്ള അവരും പറ്റില്ല. ബാക്കിയെല്ലാം തന്നെ വ്യത്യസ്ത നിറങ്ങൾ തരുന്നോണ്ട് നമുക്ക് ഇൻഡിക്കേറ്റർ ആയിട്ട് ഉപയോഗിക്കാം. ഈ നിറവ്യത്യാസം കൃത്യമായിട്ട് പഠിക്കുക. എസ്പെഷ്യലി ഫിനോഫ്തലിന്റെ ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോ അടുത്തത്, അപ്പൊ നമ്മള് സൂചകം നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഏതിനെയൊക്കെ സൂചകമായിട്ട് ഉപയോഗിക്കുന്ന. അടുത്തതാണ് സാർവിക സൂചകം അഥവാ യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ. എന്താണ് ഇതിന്റെ പ്രത്യേകത? പല സൂചകങ്ങളുടെയും മിശ്രിതമാണ് സാർവകിക സൂചകം. ആസിഡ് സ്വഭാവത്തിന്റെയും ആൽക്കലി സ്വഭാവത്തിന്റെയും തീവ്രത അനുസരിച്ച് പല നിറങ്ങളും സാർവകിക സൂചകം ഉപയോഗിക്കുമ്പോൾ ലഭിക്കും. ഒരു പേപ്പർ ചാർട്ട് പോലെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പൊ ഇതൊക്കെ എന്താണ്, ഓരോ pHനും ഓരോ നിറങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പൊ സാർവകിക സൂചകം എന്നുള്ളത് എന്തെന്ന് അറിഞ്ഞിരിക്കുക. ഇനി അടുത്തത് ആസിഡും ആൽക്കലിയും. നമ്മൾ ആസിഡ് ആൽക്കലി എന്നൊക്കെ പറഞ്ഞു. ഇനി ആസിഡും ആൽക്കലിയും കൂടെ ചേർന്നാൽ എന്ത് സംഭവിക്കും? ആസിഡും ആൽക്കലിയും കൂടെ ചേരുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ലവണം. ഈ ലവണത്തിന് ആരുടെ സ്വഭാവമായിരിക്കും? ആസിഡിന്റെ സ്വഭാവവും കാണില്ല, ആൽക്കലിയുടെ സ്വഭാവവും കാണില്ല. ആസിഡും ആൽക്കലിയും നിശ്ചിത അളവിൽ കൂടിച്ചേരുമ്പോൾ ആസിഡിന്റെയും ആൽക്കലിയുടെയും ഗുണങ്ങൾ നഷ്ടപ്പെടുകയും ലവണവും ജലവും ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ പ്രക്രിയയുടെ പേര് ചോദിക്കും, നിർവീരീകരണം. ഇംഗ്ലീഷിൽ അതിനെ ന്യൂട്രലൈസേഷൻ എന്ന് വിളിക്കും. ന്യൂട്രലൈസേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആ ലവണത്തിന് എന്ത് സ്വഭാവമാണെന്നും ചോദിക്കാം. ആ തുടങ്ങിയ വന്ന, അതായത് എവിടെ നിന്നാണോ, അതായത് ആസിഡ് ലവണവും ഈ പറഞ്ഞ ആൽക്കലി ലവണവും ഒക്കെ ഉണ്ട്. പക്ഷെ ഈ തുടക്കക്കാരനായ എവിടെ നിന്ന് വന്ന ആസിഡ് ആണോ ഈ ലവണം, ആസിഡും ആൽക്കലിയും ചേർന്ന്, എക്സ് എന്ന ആസിഡും വൈ എന്ന ആൽക്കലിയും ചേർന്ന് ഇസഡ് ലവണം ഉണ്ടായി. ആ ഇസഡിന് എക്സ് എന്ന ആസിഡിന്റെ സ്വഭാവവും കാണില്ല, വൈ എന്ന ആൽക്കലിയുടെയും സ്വഭാവവും കാണില്ല. HClഉം ആസിഡായ HClഉം ആൽക്കലിയായ NaOH കൂടെ ചേരുമ്പോ നമുക്ക് ഉപ്പ് കിട്ടും, NaCl. പിന്നെ എന്തുകൂടെ കിട്ടണം? ജലം, വാട്ടർ കൂടെ കിട്ടും. ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് എന്ത് ചെയ്യാം, ഒന്ന് പഠിച്ചു നോക്കുക. അടുത്തത് ആസിഡ് ആൽക്കലിയുടെ ഭാഗത്തു നിന്നും വളരെ പ്രധാനം ഉൾക്കൊള്ളുന്ന ഒരു ഏരിയ ആണ് pH മൂല്യം അഥവാ pH വാല്യൂ. ഒരു വസ്തു ആസിഡ് സ്വഭാവമുള്ളതാണോ ആൽക്കലി സ്വഭാവമുള്ളതാണോ എന്ന് പരിശോധിച്ച് പറയുന്നതിന് pH പേപ്പർ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതിലെ pH മൂല്യങ്ങൾ വളരെ പ്രധാനമാണ്. pH മൂല്യം 7 ആണെങ്കിൽ അതിന് ആസിഡ് സ്വഭാവവുമില്ല, ആൽക്കലി സ്വഭാവമില്ല, നിർവീര്യമാണെന്ന് നമുക്ക് പറയാം. ആസിഡോ ആൽക്കലിയോ ഇല്ല എന്നർത്ഥം. ശുദ്ധജലത്തിന്റെ pH എന്ന് പറയുന്നത് 7 ആണ്. pH മൂല്യം 7ന് മുകളിലാണെങ്കിൽ ആൽക്കലി സ്വഭാവം കാണിക്കുന്നു. pH മൂല്യം 7ൽ താഴെയാണ് എങ്കിൽ ആസിഡ് സ്വഭാവം കാണിക്കുന്നു. അപ്പൊ pH മൂല്യം മൂല്യമൊക്കെ അടയാളപ്പെടുത്തിയ ഒരു കളർ ചാർട്ട് ലഭിക്കും. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ സൂചകങ്ങൾ വെച്ച് ഇതിനെ കളർ എടുക്കുമ്പോൾ, ഇപ്പൊ യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ ആയിട്ട് തന്നെ പല കളർ കാണും, മിശ്രിതമല്ലേ. നമ്മൾ ആ പേപ്പർ മുക്കി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏത് pHന്റെ നിറവുമായിട്ടാണ് യോജിക്കുന്നത് നോക്കിയിട്ട് നമുക്ക് pH പേപ്പർ എന്താണ്, pH എത്രയാണ്, അല്ലെങ്കിൽ ആസിഡ് ആണോ ന്യൂട്രൽ ആണോ ആൽക്കലി ആണോ എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഓക്കെ, അടുത്തത് നമുക്ക് ചില ആസിഡുകളുടെയൊക്കെ ഉപയോഗം ഒന്ന് പഠിക്കാം. വിനാഗിരി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം,
ഭക്ഷ്യ വസ്തുക്കളിൽ. ഭക്ഷ്യ വസ്തുക്കളിൽ. സിട്രിക് ആസിഡോ? സിട്രിക് ആസിഡ് ഈ പറഞ്ഞ പോലെ ഭക്ഷ്യവസ്തുക്കൾ കേടുവരാതെ സൂക്ഷിക്കാനായിട്ട് സിട്രിക് ആസിഡ് ഉപയോഗിക്കും. വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് അറിയാലോ, അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡ് സിട്രിക് ആസിഡ് ആണ് ഭക്ഷ്യവസ്തുക്കൾ കേടാകാതിരിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. നൈട്രിക് ആസിഡ്. നൈട്രിക് ആസിഡ് ആവട്ടെ രാസവളം, പെയിന്റ് തുടങ്ങിയവയ്ക്ക് ഉപയോഗിക്കുന്നു. രാസവളം, പെയിന്റ്, ഡൈ തുടങ്ങിയവയ്ക്ക് ഉപയോഗിക്കുന്നു. സൾഫ്യൂരിക് ആസിഡും അങ്ങനെ തന്നെ. സൾഫ്യൂരിക് ആസിഡ് അതുപോലെ മോട്ടോർ വാഹനങ്ങളിലെ സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ് രാസവളങ്ങളിൽ ഉപയോഗിക്കുന്നു, സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കുന്നു. സൾഫ്യൂരിക് ആസിഡ് ഒറ്റയ്ക്ക് മോട്ടോർ വാഹനങ്ങളിലെ ബാറ്ററി ആയിട്ടും ബാറ്ററിയിലും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. മോട്ടോർ വാഹനങ്ങളിലെ ബാറ്ററിയിൽ സൾഫ്യൂരിക് ആസിഡിന് ഉപയോഗമുണ്ട്. അടുത്തത് ടാനിക് ആസിഡ്. ഇമ്പോർട്ടന്റ് ആണ്. ടാനിക് ആസിഡ് നമ്മൾ അങ്ങനെ അധികം കേൾക്കുന്നില്ല. ടാനിക് ആസിഡ് എന്തിന്റെ നിർമ്മാണത്തിനാണ്? മഷി, തുകൽ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണെന്ന് ചോദിക്കാം. അതുപോലെ നമ്മൾ ആൽക്കലി പഠിച്ചിരുന്നല്ലോ. ആൽക്കലിക്ക് സോപ്പ് നിർമ്മാണവും അതുപോലെ ഡിറ്റർജന്റ് നിർമ്മാണവും അതുപോലെ മലിനജല ശുദ്ധീകരണത്തിനൊക്കെ ഉപയോഗമുള്ളതാണ്. അപ്പൊ ഇത്രയാണ് ആസിഡുകൾ, ആൽക്കലികളുടെ ബേസിക് ആയിട്ടുള്ള ഒരു 7ാം ക്ലാസ് ഭാഗത്തു നിന്നുമുള്ള ആസിഡ് ആൽക്കലി. ഇനി നമുക്ക് അടുത്ത പാഠഭാഗം എന്ന് പറയുന്നത് ചേർക്കാം പിരിക്കാം. അതായത് നമ്മുടെ 9ാമത്തെ ഒരു പാഠഭാഗമാണ് SCERT-യിലെ ചേർക്കാം പിരിക്കാം, 6ാം ക്ലാസ്സിലെ. അതായത് ഇവിടെ നമ്മള് എന്താണ് ശുദ്ധപദാർത്ഥങ്ങൾ, തന്മാത്ര എന്താണ്, ഇതൊക്കെ ഒരു തുടക്കമാണ്. എന്താണ് തന്മാത്ര, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിന്റെ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര എന്ന് വിളിക്കുന്നത്. ഒരു പദാർത്ഥത്തിന്റെ എന്താണ് തന്മാത്ര? ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും ഇതൊക്കെ ചോദിക്കാം വൺ വേർഡ് ആയിട്ട്. ഗുണങ്ങളും നിലനിർത്തുന്ന ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര എന്ന് പറയുന്നത്. ഖരം, ദ്രാവകം, വാതകം, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്നീ അവസ്ഥകളിലുള്ള പദാർത്ഥങ്ങൾ തന്മാത്രകളാൽ നിർമ്മിതമാണ്. ഇനി എന്താണ് ശുദ്ധ പദാർത്ഥങ്ങൾ എന്ന് നോക്കാം. ശുദ്ധ പദാർത്ഥങ്ങളുടെ മറ്റൊരു പേര് അല്ലെങ്കിൽ ഇംഗ്ലീഷിലുള്ള പേര് പ്യുവർ സബ്സ്റ്റൻസസ്. എന്താണ് പ്യുവർ സബ്സ്റ്റൻസസ്? നിങ്ങൾ കൽക്കണ്ടം എടുത്താൽ അതിന്റെ തന്മാത്ര കൽക്കണ്ടത്തിന്റെ തന്മാത്ര മാത്രമാണ്, മറ്റ് അപദ്രവ്യങ്ങളൊന്നും അടങ്ങിയിട്ടില്ല. ഇത്തരത്തിലുള്ള വസ്തുക്കളെയാണ് പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. കറിയുപ്പ് എടുത്താല് ഇപ്പൊ പക്ഷെ എന്താണ് നമ്മള് തുരിശെടുത്താല് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള അതിന്റെ മാത്രം ഒരു സംഭവം മാത്രം, ഒരു പദാർത്ഥം മാത്രമുള്ള, ഒരു തരത്തിലുള്ള തന്മാത്ര മാത്രമുള്ള പദാർത്ഥങ്ങളിൽ ഒരു തരത്തിലുള്ള ഒരൊറ്റ ടൈപ്പ് തന്മാത്രയെ അതിൽ കാണാവൂ. അങ്ങനെയുള്ളതിനെ നമ്മൾ എന്തെന്ന് പറയും? ശുദ്ധ പദാർത്ഥം എന്ന് പറയും. അടുത്തത് നമുക്ക് മിശ്രിതം എന്താണെന്ന് നോക്കാം. എന്താണ് മിശ്രിതം? മിക്സ്ചർ ആണ് മിശ്രിതം. ഒന്നിൽ കൂടുതൽ തന്മാത്രകൾ വേണം. ഒരൊറ്റ തന്മാത്രയേ ഉള്ളൂ എങ്കിൽ, ഇപ്പം ഞാനൊരു കറിയുപ്പ് എടുക്കുകയാണ്, അതിലുള്ള തന്മാത്ര ഏത് മാത്രമാണ്? കറിയുപ്പിന്റെ തന്മാത്രകൾ മാത്രമാണ്. അതുകൊണ്ട് അത് ശുദ്ധ പദാർത്ഥമാണ്. നേരെ മറിച്ച് ഒന്നിൽ കൂടുതൽ തന്മാത്ര ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് മിശ്രിതം എന്ന് പറയാനായിട്ട് സാധിച്ചു. അപ്പൊ കുറച്ച് മിശ്രിതങ്ങളെ ഞാൻ എഴുതിയിട്ടുണ്ട്. പദാർത്ഥം പഞ്ചസാര ലായനിയിൽ അടങ്ങിയിരിക്കുന്നത് ഏതൊക്കെ തന്മാത്രയാണ്? പഞ്ചസാരയുടെ തന്മാത്രയുമുണ്ട്, ജലവുമുണ്ട്. സോഡയാവട്ടെ ജലവുമുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. ഓക്സിജൻ ആവട്ടെ ഓക്സിജൻ ഉണ്ട്, ഓക്സിജൻ മാത്രമാണ്. അപ്പൊ അത് ശുദ്ധ പദാർത്ഥമാണ് അല്ലെ, ഓക്സിജൻ മാത്രമാണ്. പഞ്ചസാരയും ലായനി എന്ന് പറയുന്ന അവിടെ 2 തരത്തിലുള്ള തന്മാത്ര വന്നുകൊണ്ട് അത് മിശ്രിതമാണ്. സോഡയിലും 2 എണ്ണം ഉണ്ട്, മിശ്രിതമാണ്. ഓക്സിജൻ ശുദ്ധ പദാർത്ഥമാണ്. വായു ആകട്ടെ
അന്തരീക്ഷ വായു, നൈട്രജൻ, ഓക്സിജൻ, ജലകണങ്ങൾ ഇവയെല്ലാം ഒരു മിശ്രിതമാണ്. മെർക്കുറി ആവട്ടെ, മെർക്കുറി മാത്രമേ ഉള്ളൂ, ശുദ്ധമാണ്. ഇരുമ്പാവട്ടെ, ഇരുമ്പ് മാത്രമേ ഉള്ളൂ. കോപ്പർ സൾഫേറ്റ് അല്ലെങ്കിൽ തുരിശ്, ചിലപ്പോൾ ചോദിക്കാം തുരിശിന്റെ രാസനാമം, ഇവയെല്ലാം ശുദ്ധ തന്മാത്ര മാത്രം, മീൻസ് ശുദ്ധ പദാർത്ഥം മാത്രമാണ്. ഇനി മിശ്രിതങ്ങളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. അപ്പൊ നമ്മൾ ശുദ്ധ പദാർത്ഥം പഠിച്ചു, മിശ്രിതം പഠിച്ചു. എങ്ങനെയാണ് മിശ്രിതങ്ങളെ തരംതിരിക്കാവുന്നത്? ഏകാത്മക മിശ്രിതം, ഭിന്നാത്മക മിശ്രിതം, ഹോമോജീനിയസ് മിക്സ്ചറും ഹെട്രോജീനിയസ് മിക്സ്ചറും. ഒരു മിശ്രിതത്തിന്റെ എല്ലാ ഭാഗവും ഒരേ ഗുണം കാണിക്കുകയാണെങ്കിൽ, ഇപ്പൊ നിങ്ങൾ പഞ്ചസാര ലായനി എടുത്താല് പഞ്ചസാര ലായനിയുടെ ഏറ്റവും ടോപ്പിൽ നിന്ന് എടുത്താലും എന്താണ് മധുരം, ഏറ്റവും ലാസ്റ്റിൽ നിന്ന് എടുത്താലും മധുരം. അപ്പൊ എല്ലാ ഭാഗവും ഒരേ ഗുണം കാണിക്കുന്നതുകൊണ്ട് അതിനെ നമുക്ക് ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് വിളിക്കാം. ഓക്കെ. ഇനി ഒരു മിശ്രിതത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ വ്യത്യസ്ത സ്വഭാവം കാണിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അതിനെ നമുക്ക് ഹെട്രോജീനിയസ് മിക്സ്ചർ എന്ന് വിളിക്കാനായിട്ട് സാധിക്കും. ഹെട്രോജീനിയസ് മിക്സ്ചർ എന്ന് വിളിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ? അതുപോലെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പാർട്ട് 1 പറഞ്ഞിരുന്നു ലായകം, ലീനം ഒക്കെ. അപ്പൊ ലായനികൾ പറഞ്ഞിരുന്നു. അപ്പം ലീനം, ലായകം, ലായനി എന്നിവയെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എല്ലാ ലായനികളും, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എല്ലാ ലായനികളും ഏകാത്മക മിശ്രിതമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ പ്രസ്താവന ചോദ്യമായിട്ടൊക്കെ ചോദിക്കാം. അപ്പൊ നാം ഉപയോഗിക്കുന്ന പല ലായനികളും ഒരു ഖരപദാർത്ഥം ദ്രാവകത്തിൽ ലയിച്ചവയാണ്, അല്ലെ? അപ്പൊ എല്ലാ ലായനികളും ദ്രാവകാവസ്ഥയിലാവണമെന്നില്ല. അപ്പൊ ഖരാവസ്ഥയിലും വാതകാവസ്ഥയിലും ഒക്കെ ഉണ്ട്. ഇപ്പൊ നമ്മൾ ബ്രാസ് അല്ലെങ്കിൽ പിച്ചള എടുത്താല് അതില് സിങ്കും കോപ്പറും കൂടി ചേരുന്നതാണ്, അതൊരു ലായനി തന്നെയാണ്. സോഡ എടുത്താൽ ജലവും കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഗ്ലിസറിൻ വെള്ളത്തിൽ ലയിച്ചതെടുത്താൽ ഗ്ലിസറിനും ജലവുമാണ്. അപ്പൊ ഇങ്ങനത്തേക്കുള്ള പലതരത്തിലുള്ള ലായനികളുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ഓരോ കമ്പണന്റ് ആയിട്ട്, ഓരോ പദാർത്ഥമായിട്ട് നമുക്ക് വേർതിരിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വരും. അപ്പൊ ഒന്നിലധികം വസ്തുക്കൾ കലർന്നതോ ലയിച്ചതോ ആയ പദാർത്ഥങ്ങളാണല്ലോ നാം ഇതുവരെ പരിശോധിച്ചത്. അപ്പം ഇങ്ങനെ ചേർന്ന് കിടക്കുന്ന പദാർത്ഥങ്ങളെ നമുക്ക് വേർതിരിക്കാനായിട്ട് പലതരം പ്രക്രിയകൾ ഉപയോഗിക്കാം. ആദ്യത്തെ ഒന്നാണ് തെളിയൂറ്റൽ. തെളിയൂറ്റൽ എന്താണ് തെളിയൂറ്റൽ? ഒരു മിശ്രിതത്തിലെ ഘടക വസ്തുക്കളെ അടിയിച്ച് മുകൾ ഭാഗത്തുള്ള ദ്രാവകത്തെ ഊറ്റിയെടുക്കുന്ന പ്രക്രിയയാണ് തെളിയൂറ്റൽ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ഗ്ലാസ്സിൽ ജലത്തിൽ നമുക്ക് കുറച്ച് മണ്ണലിട്ട് നന്നായി ഇളക്കുക. കുറച്ച് കഴിയുമ്പോൾ ഈ മണൽ അങ്ങ് അടിയിൽ പോവും, മണ്ടയ്ക്ക് ഇങ്ങനെ വെള്ളം വരും. അപ്പൊ നമുക്ക് അത് ഊറ്റിക്കളഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മണ്ണ് കൃത്യമായിട്ട് കിട്ടും. അപ്പൊ പക്ഷെ നേരെ മറിച്ച് ഉപ്പിനെ അങ്ങനെ ഒരു ഉപ്പ് ലായനി എടുത്തിട്ട് നമുക്ക് തെളിയൂറ്റി എടുക്കാൻ പറ്റുമോ? ഇല്ല, കാരണം അത് മൊത്തത്തില് കലർന്നിരിക്കുകയാണ്. നേരെ മറിച്ച് ജലത്തിൽ കലരാതെ ഇരിക്കുന്ന തരമുള്ള പദാർത്ഥങ്ങളാണ് രണ്ടും. ഇപ്പം മണ്ണെടുത്ത് ജലത്തിലിട്ടാൽ അത് ലയിക്കുവോ? ഇല്ല. അങ്ങനെയുള്ള പദാർത്ഥങ്ങൾ നമുക്ക് തെളിയൂറ്റൽ ഉപയോഗിക്കാം. അപ്പൊ തെളിയൂറ്റി കിട്ടുന്ന ജലം നമുക്ക് പൂർണ്ണമായിട്ട് തെളിഞ്ഞതല്ല. അപ്പൊ നമ്മൾ അരിപ്പ വെച്ചിട്ട് നമുക്ക് അരിച്ചെടുത്താൽ നമുക്ക് കുറച്ചുകൂടെ തെളിഞ്ഞതായിട്ട് കിട്ടും. അപ്പൊ മിശ്രിതത്തിലെ ഘടക പദാർത്ഥങ്ങളെ അരിപ്പ ഉപയോഗിച്ച് വേർതിരിക്കുന്ന രീതിയെ നമുക്ക് അരിക്കൽ എന്ന് പറയാം. അരിക്കൽ. ചെറിയ ചെറിയ അഴുക്കുകളൊക്കെ ഈ പറഞ്ഞ മണലിന്റെ വെള്ളത്തിൽ ഊറ്റി വരുമ്പോ കാണുമല്ലോ. അപ്പൊ അതൊന്ന് അരിക്കലിലൂടെ വെച്ചാല് അരിപ്പ നമ്മൾ നോക്കുമ്പോൾ പദാർത്ഥങ്ങളുടെ സൈസ് അനുസരിച്ച് നമുക്ക് ഏത് അരിപ്പ് വേണമെന്നൊക്കെ നമുക്ക് തിരഞ്ഞെടുത്ത് അതൊന്ന് ഊറ്റിയാൽ നമുക്ക് കൃത്യമായിട്ട് തെളിഞ്ഞ വെള്ളം കിട്ടും. അപ്പൊ ഇത് ലയിച്ച് ചേരാത്തവയാണ്, അല്ലെ? ലയിച്ചു ചേരാത്തവയെ, അതായത് പദാർത്ഥങ്ങൾ തമ്മിൽ ലയിച്ചു ചേരാത്തവയെ വേർതിരിക്കാൻ നമ്മൾ തെളിയൂറ്റലും അരിക്കലും ഉപയോഗിക്കുന്നു. ഇനി ലയിച്ചു ചേർന്നവയോ? ലയിച്ചു ചേർന്നവയെ ഉപയോഗിക്കാൻ നമ്മള് ബാഷ്പീകരണമാണ് നടത്തുന്നത്. ബാഷ്പീകരണം അഥവാ ഇവോപ്പറേഷൻ. ഉപ്പുവെള്ളം എടുത്ത് നിങ്ങൾ കുറച്ച് വെയിലത്ത് കുറെ ദിവസം, മീൻസ് ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം വെക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഉപ്പ് വേർതിരിച്ച് വരും. അല്ലെങ്കിൽ ഒരു സ്പൂണിൽ നമ്മൾ കുറച്ച് ഉപ്പുവെള്ളം എടുത്ത് സ്പിരിറ്റ് ലാമ്പ് ഉപയോഗിച്ച് ചൂടാക്കും, ജലം ബാഷ്പമായിട്ട് പോവുകയും സ്പൂണിൽ ബാക്കിയാവുന്നത് എന്താണ്? ഉപ്പുമായിരിക്കും. അപ്പം ലയിച്ചു ചേർന്നയാണ്. ഉപ്പും വെള്ളവും കൂടെ കംപ്ലീറ്റ് ആയിട്ട് ഹോമോജീനിയസ് ആയിട്ടുള്ള ഒരു മിശ്രിതമാണ്, ഏകാത്മ മിശ്രിതമാണ്. അപ്പൊ അങ്ങനെയുള്ളവയൊക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നതാണ് ബാഷ്പീകരണം. ഇനി ഇരുമ്പ് പൊടി വേർതിരിക്കൽ. ഇരുമ്പ് പൊടി എന്ന് പറയുമ്പോൾ ഇരുമ്പിന് മാഗ്നറ്റിക സ്വഭാവമുണ്ട്, കാന്തിക സ്വഭാവമുണ്ട്. അപ്പൊ ഇരുമ്പ് പൊടിയൊക്കെ വരുന്ന വസ്തുക്കൾ
ഉണ്ടെങ്കിൽ നമുക്ക് കാന്തം ഉപയോഗിച്ച് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് മിശ്രിതങ്ങൾ. എന്താണ് ശുദ്ധപദാർത്ഥങ്ങൾ, അവയുടെ എന്താണ് ഈ പറഞ്ഞ സെപ്പറേഷൻ ടെക്നിക്കുകളൊക്കെ SCRT പറയുന്ന ഇത്തരത്തിലുള്ള ടെക്നിക്സ് ആണ്. അപ്പൊ ഇതൊക്കെ നിങ്ങളൊന്ന് വായിക്കുക, ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക, ബോക്സുകളൊന്നും വിടരുത്. അപ്പൊ ടോസ് അക്കാഡമിയുടെ പരീക്ഷയിലും നമ്മൾ അതിനെ ആ ഒരു രീതിയിൽ തന്നെ അത്രയും സീരിയസ് ആയിട്ടായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻസ് ഇടുന്നത്. അപ്പൊ നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് ടോപ്പ് സ്കോറേഴ്സ് ആയിട്ട് മാറാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത യൂണിറ്റ് നോക്കാം. അതുപോലെ തന്നെ അടിസ്ഥാന ശാസ്ത്രത്തിൽ 7ാം ക്ലാസ്സില് നമ്മുടെ ഒരു പ്രകൃതിക്കായി എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അതിൽ ശരിക്കും പറഞ്ഞാല് ഫുൾ രസതന്ത്ര വിഭാഗമല്ല. 6ാമത്തെ ചാപ്റ്റർ ആയ നിർമ്മലമായ പ്രകൃതിക്കായി അതിൽ കുറച്ച് ഭാഗത്ത് രസതന്ത്രം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ജലശുദ്ധീകരണം അങ്ങനെയൊക്കെ പറഞ്ഞ കുറച്ച് കാര്യങ്ങള്, വായു മലിനീകരണത്തിന് ഏതൊക്കെ വാതകങ്ങളാണ് കാരണമാകുന്നത്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഭാഗം രസതന്ത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ പ്രകൃതിയെ എങ്ങനെ കാത്തു സൂക്ഷിക്കുന്നു അതാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് അതിന്റെ ആവശ്യകത, നല്ലൊരു പ്രകൃതിയെ നമ്മൾ കാത്തു സൂക്ഷിക്കുകയാണെങ്കിൽ അത്തരത്തിലൊരു നമ്മൾ എങ്ങനെയാണോ അവരെ ട്രീറ്റ് ചെയ്യുന്നത് തിരിച്ചും അവരതുപോലെ നമ്മളെ നല്ല രീതിയിൽ നോക്കുമെന്നുള്ള അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പാഠഭാഗമാണ് നല്ലൊരു പ്രകൃതിക്കായി എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഓരോ ദിവസം തോറും നമ്മളുടെ പ്രകൃതി മലിനമാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മണ്ണ്, ജലം എന്നിവ പോലെ പ്രധാനപ്പെട്ടതാണ് വായു. അപ്പൊ പ്രാണവായു ഇല്ലാതെ ഒരു അവസ്ഥ നിങ്ങൾക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല, അല്ലെ? അപ്പൊ അന്തരീക്ഷ വായുവിൽ ഏതെല്ലാം ഘടകങ്ങളാണുള്ളത്? ഏതെല്ലാം ഘടകങ്ങളാണ്? നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ്, പിന്നെ മറ്റുള്ളവ അല്ലെങ്കിൽ അതേഴ്സ്, മറ്റുള്ളവ. ഇതില് നൈട്രജന്റെ ശതമാനം 78%. അപ്പൊ അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന വാതകം ഏതാണ്? 78% നൈട്രജൻ ആണ്, ഓക്സിജൻ അല്ല. ഓക്സിജൻ 20.9%. കാർബൺ ഡയോക്സൈഡ് ആവട്ടെ 0.03%. അപ്പൊ ഇത്തരം ഘടകങ്ങളാണ് അവയിൽ ഉള്ളത്. അപ്പൊ അന്തരീക്ഷ വായുവിലെ സ്വാഭാവിക ഘടകങ്ങളുടെ അളവ് വ്യത്യാസപ്പെടുകയോ അന്യവസ്തുക്കൾ വായുവിൽ കലരുകയോ ചെയ്യുമ്പോഴാണ് വായു മലിനമായി എന്ന് നമുക്ക് പറയാവുന്നത്. വായു മലിനമാക്കുന്ന പ്രധാനപ്പെട്ട സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അവിടെയാണ് രസതന്ത്രം എങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ രസതന്ത്ര ഭാഗത്തു നിന്ന് വരുന്ന ചോദ്യങ്ങൾ എവിടെയാണെന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, കാർബൺ മോണോക്സൈഡ് എന്ന വാതകം വാഹനങ്ങളിൽ നിന്നുള്ള പുകയിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് മനുഷ്യ ശരീരത്തിലെ ഹീമോഗ്ലോബിനുമായി ചേർന്ന് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവുന്നു. അതായത് CO എന്നുള്ളത് ഹീമോഗ്ലോബിൻ HBയുമായി ചേർന്ന് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകുകയും അപ്പൊ രക്തത്തിന് ഓക്സിജനെ എടുത്തുകൊണ്ട് പോകാനുള്ള ശേഷി കുറയുന്നു. ഓക്കെ, അതുപോലെ വിറക്, കൽക്കരി കത്തിക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവുന്നു. കാർബൺ ഡയോക്സൈഡ് നിങ്ങൾ നോക്കിയാൽ അറിയാം, അന്തരീക്ഷ വായുവിൽ വളരെ എന്താണ് ചെറിയ ശതമാനമാണ്, 0.03. എന്നാൽ ഇമാതിരി വിറക്, കൽക്കരിയൊക്കെ കത്തുമ്പോൾ അത് എന്താണ്, അതിന്റെ ശതമാനം കൂടുകയും തൽഫലമായി ആഗോള താപനത്തിന് കാരണമാവുകയും ചെയ്യുന്നു. പിന്നെ ഫാക്ടറികളിൽ നിന്നും സൾഫർ ഡയോക്സൈഡ് ഉണ്ടാകുമ്പോൾ അത് കണ്ണിന് അസ്വസ്ഥത, ശ്വാസകോശ ബുദ്ധിമുട്ടുകൾ, അർബുദ, ആസ്മ എന്നിവയ്ക്കൊക്കെ കാരണമാകുന്നു. നൈട്രജന്റെ പലതരം ഓക്സൈഡുകളൊക്കെ വാഹനങ്ങളിൽ നിന്നും ഫാക്ടറികളിൽ നിന്നും ഉണ്ടാവുന്നു. അതൊക്കെ അമ്ലമഴയ്ക്ക് കാരണമാവുന്നു. അപ്പൊ ഈ ഒരു പാഠഭാഗത്ത് നിന്നും ഈ ലാസ്റ്റ് ഭാഗത്തിലേക്ക് നിങ്ങൾ കടക്കുമ്പോഴാണ് രസതന്ത്ര വിഭാഗം കാണുന്നത്. അപ്പൊ അതിൽ നിന്നും ഇത്തരത്തിലുള്ള ഈ വാതകങ്ങളുടെ സ്രോതസ്, അതിന്റെ ദൂഷ്യഫലങ്ങൾ, തന്നിരിക്കുന്ന ദൂഷ്യഫലം ഏത് വാതകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ആഗോള താപനത്തിന് കാരണമാകുന്ന വാതകം കാർബൺ ഡയോക്സൈഡ്, മനുഷ്യ ശരീരത്തിലെ ഹീമോഗ്ലോബിനുമായി ചേർന്ന് രക്തത്തിന് ഓക്സിജനെ ആഗിരണം ചെയ്യാനുള്ള ശേഷി കുറയ്ക്കുന്ന വാതകം ഏത്? കാർബൺ മോണോക്സൈഡ്. കണ്ണിന് അസ്വസ്ഥത, ശ്വാസകോശ അർബുദം, ആസ്മ എന്നിവയ്ക്ക് കാരണമാകുന്ന വാതകം. അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അത് വായു മലിനീകരണത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അതുപോലെ തന്നെയാണ് ജലം മലിനമാക്കുന്ന ഒരു രീതിയുണ്ട്. ജലസ്രോതസ്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, സമുദ്രജലമാണ് 96.5% എന്ന് അടങ്ങി ഉള്ളത്. അപ്പൊ അതും ഇതുപോലൊക്കെ തന്നെ മലിനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ജലത്തിന്റെ ഗുണനിലവാരം
അത് ഏത് ആവശ്യത്തിന് ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു കാര്യമുണ്ട്, ശുദ്ധമായ ജലത്തിന് നിർവീര്യ സ്വഭാവമാണുള്ളത്. അതിന്റെ pH 7 ആണ്. കുടിവെള്ളം അത് ശുദ്ധജലം, അതൊന്ന് ഓർക്കുക. ശുദ്ധജലം എന്ന് പറയുമ്പോൾ 7ഉം പിന്നെ ഒരു പോയിന്റ് കൂടെ അവർ പറയുന്നുണ്ട്, കുടിവെള്ളമായി ഉപയോഗിക്കാവുന്നത് 6.5 മുതൽ 6.5 തൊട്ട് 7.5 pH ഉള്ള ഏത് വെള്ളത്തിനെയും നമുക്ക് കുടിവെള്ളമായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ കാര്യം എന്നറിയുക. അപ്പൊ ഇത്തരത്തിൽ ജലം മലിനമാക്കപ്പെടുമ്പോൾ നമുക്ക് ജലശുദ്ധീകരണത്തിന്റെ ആവശ്യകതയുണ്ട്. അപ്പൊ ജലശുദ്ധീകരണ ശാലകളിൽ നടക്കുന്ന ഘട്ടങ്ങളുടെ പ്രധാന ഘട്ടങ്ങൾ ഏതൊക്കെയെന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. ഇത്രയാണ് പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ ജലശുദ്ധീകരണ ശാലയിൽ. ഇങ്ങനെ ജലം നമുക്ക് മലിനമാക്കപ്പെടുന്ന ജലം എങ്ങനെ പ്യൂരിഫൈ ചെയ്യാം, ശുദ്ധമാക്കാം, വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാൻ, ജല ശുദ്ധീകരണ ശാലയിൽ എന്തൊക്കെയാണ് നടത്തുന്നത്. അപ്പം ഇതിന്റെ കൃത്യമായ ഘട്ടം നിങ്ങളോട് ശ്രേണി തിരിച്ചെഴുതാനായിട്ട് ചോദിക്കാൻ സാധ്യത ഉണ്ട്. എന്താണ് ജല ശുദ്ധീകരണം? ജല ശുദ്ധീകരണം അത് പ്രധാനമാണ്. അതിന്റെ ശ്രേണി ചോദിക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് എയറേഷൻ ആണ്. ജലം വായുവുമായി കലർത്തുന്ന പ്രവർത്തനത്തിനെ എയറേഷൻ എന്ന് പറയുന്നു. അപ്പൊ ഇത് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? ഓക്സിജന്റെ അളവ് കൂട്ടാൻ. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് ഏതാണ്? എയറേഷൻ. AERATION, എയറേഷൻ. അടുത്തത് കൊയാഗുലേഷൻ. പ്രധാനപ്പെട്ട കാര്യമാണ് കൊയാഗുലേഷൻ. ജലത്തിൽ കലർന്നു കിടക്കുന്ന ഖരപദാർത്ഥങ്ങളെ അടിയിക്കാനായിട്ടാണ് ഇവ ഉപയോഗിക്കുന്നത്. കൊയാഗുലേഷൻ നമ്മളൊക്കെ ചെയ്യുന്നതാണ്. കിണറ്റുകളിലൊക്കെ ആലം ചേർക്കാറുണ്ട് വെള്ളം തെളിയാനായിട്ട്. അതേ പ്രോസസ് ആണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. ആലം ചേർക്കുന്ന സമയത്ത് pH മൂല്യം കുറയും. pH മൂല്യം കുറയുക എന്ന് വെച്ചാൽ അത് ആസിഡ് സ്വഭാവത്തിലേക്ക് മാറും. നമ്മൾ നേരത്തെ പഠിച്ചു, ആസിഡിലേക്ക് ബേസ് ചേർത്താൽ നിർവീര്യമാകും. അപ്പൊ ബേസായ അല്ലെങ്കിൽ ആൽക്കലി ആയ കുമ്മായം ഉപയോഗിച്ച് നമ്മൾ അവിടെ pH-നെ ക്രമീകരിക്കുന്നു. അടുത്തത് ക്ലാരിഫ്ലോക്കുലേഷൻ. മാലിന്യങ്ങൾ അടിഞ്ഞ ശേഷം തെളിഞ്ഞ വെള്ളം ഫിൽറ്ററിലേക്ക് വിടുന്നു എന്നുള്ളതാണ് ക്ലാരിഫ്ലോക്കുലേഷനിൽ ചെയ്യുന്നത്. എയറേഷൻ, കൊയാഗുലേഷൻ, ക്ലാരിഫ്ലോക്കുലേഷൻ. അടുത്തത് ഫിൽട്രേഷൻ. അടിയാതെ കിടക്കുന്ന മാലിന്യങ്ങളെ ഫിൽറ്റർ വെച്ച് നീക്കം ചെയ്യുന്നു. മുകളിൽ മണലും അടിയിൽ വലിപ്പം കൂടിയ കല്ലുകളുമാണ് ഫിൽറ്റർ യൂണിറ്റുകൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ജസ്റ്റ് എന്താണ് ഈ പ്രക്രിയ എന്ന് അറിഞ്ഞിരിക്കുക. ഓക്സിജന്റെ അളവ് വർദ്ധിപ്പിക്കുന്ന ജലശുദ്ധീകരണ ഘട്ടങ്ങളിൽ ഓക്സിജന്റെ അളവ് വർദ്ധിക്കുന്ന ഘട്ടം ഏതാണ്? അതൊരു ചോദ്യം. എറേഷൻ, അതങ്ങനെ ചോദിക്കാം. അതുപോലെ ജലത്തിൽ കലർന്നു കിടക്കുന്ന ഖരപദാർത്ഥങ്ങളെ അടിയിക്കാൻ ഉപയോഗിക്കുന്ന പ്രക്രിയ കൊയാഗുലേഷൻ. അടുത്തത് അടിയാതെ കിടക്കുന്ന മാലിന്യങ്ങളെ ഫിൽട്ടർ വെച്ച് നീക്കം ചെയ്യുന്നത് ഫിൽട്രേഷൻ. അല്ലെങ്കിൽ പിന്നെ ചോദിക്കാവുന്നത് ജലശുദ്ധീകരണത്തിന്റെ ശ്രേണി കൃത്യമായി അടയാളപ്പെടുത്തുക. സെക്കൻഡ് ലാസ്റ്റ് വൺ ക്ലോറിനേഷൻ. ഫിൽട്ടർ ചെയ്തു വരുന്ന ജലത്തെ അണുവിമുക്തമാക്കാൻ, ബാക്ടീരിയ ഒക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട്, അപ്പൊ അണുവിമുക്തമാക്കാൻ, ജലത്തെ അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്ന പ്രക്രിയ ഏത്? ഫിൽട്രേഷൻ, കൊയാഗുലേഷൻ, എയറേഷൻ, ക്ലോറിനേഷൻ. ക്ലോറിനേഷൻ ആണ്. എന്തുപയോഗിച്ചാണ് അത് നടത്തുന്നത്? ക്ലോറിൻ വാതകമോ ബ്ലീച്ചിങ് പൗഡറോ? ഇതൊക്കെ ചോദ്യമാണ്. അടുത്ത ലാസ്റ്റ് ഘട്ടമാണ് സംഭരണം. ശുദ്ധീകരിച്ച ശേഷം ജലം ശുദ്ധജല സംഭരണിയിൽ ശേഖരിക്കുന്നു. അപ്പൊ ഈ ഘട്ടം കൃത്യ ഓർഡറിൽ പഠിക്കണം. അതുപോലെ ഞാൻ പറഞ്ഞു തന്നിരിക്കുന്ന ക്വസ്റ്റ്യനുകൾ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലും പഠിക്കണം. ഇത്രയുമാണ് രസതന്ത്ര വിഭാഗത്തിൽ നിന്നും SCERT പാഠഭാഗങ്ങളിലുള്ള ചോദ്യങ്ങളും പാഠഭാഗങ്ങളും ഒക്കെ. അപ്പൊ ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു എക്സാം ആണ്. ആദ്യഘട്ടം നമ്മൾ SCERT ബേസിക്കിനെ അടയാളപ്പെടുത്തിയിട്ടുള്ളതാണ്. വരും ദിവസങ്ങളിൽ കോച്ചിങ്ങിന്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മൾ അടുത്ത ഓരോ ഘട്ടങ്ങളിലേക്ക് നീങ്ങുകയാണ്, അഡ്വാൻസ്ഡ് ലെവലിലേക്ക്. നമുക്കിപ്പോ ബേസിക്കിൽ നിന്നാണ് തുടങ്ങുന്നത്. താങ്ക് യു.